ലഹരി ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു സുഖമാണ്. ലഹരി ഇല്ലാത്ത ജീവിതം ബോറായിരിക്കും. ലഹരി ഇല്ലാത്തവർക്ക് ജീവിതം ഭാരമായി തോന്നും. ഞാൻ പറയുന്നത് കേട്ട് നെറ്റി ചുളിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ വിജയിച്ച ആളുകളെ പരിശോധിച്ചാൽ അവരൊക്കെ ലഹരി ഉള്ളവരായിരുന്നു. യേശുദാസനും ഇളയരാജയ്ക്കും AR റഹ്മാനും സംഗീതം ഒരു ലഹരിയാണ്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ക്രിക്കറ്റ് ഒരു ലഹരിയാണ്. ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഫുട്ബോൾ ഒരു ലഹരിയാണ്. ജീവിതത്തിൽ ലഹരി കണ്ടെത്താൻ കഴിയാത്തവർക്ക് പലപ്പോഴും ജീവിതത്തിൽ മറ്റുള്ള ലഹരിക്ക് അടിമയാകേണ്ടി വരും, മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഹരി കണ്ടെത്താൻ പഠിക്കാം, കുട്ടികളെ പഠിപ്പിക്കാം. ഡിജിറ്റൽ തലമുറയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ പാഷൻ കണ്ടെത്തി അവരെ ആ വഴിയിൽ നമ്മൾ വളരാൻ അനുവദിക്കുകയാണെങ്കിൽ അവരും ജീവിതത്തിൽ വിജയിക്കും എന്നത് തീർച്ചയാണ്. ഈ വരുന്ന വെക്കേഷന് വ്യത്യസ്ത പ്രോഗ്രാമുകൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും ഭാഷാ പഠനത്തിന് വലിയ സാധ്യതയാണ് പുതിയ ലോകത്തുള്ളത്. നിങ്ങൾക്കറിയുമോ, ജർമ്മനിയിൽ നിന്നും ഒരുപാട് മലയാളികൾ മടങ്ങുകയാണ് ജർമ്മൻ ഭാഷ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവരുടെ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്ക് ലോകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ അവരുടെ വഴികൾ നമ്മളൊന്ന് തിരിച്ചു വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ കാലഘട്ടത്തിലും അവർക്ക് അവരുടെ ജീവിതത്തിൽ ലഹരി ആ അർത്ഥത്തിൽ കണ്ടെത്താൻ കഴിയണം. അങ്ങനെയാകുമ്പോൾ മറ്റുള്ള ലഹരിയിൽ നിന്നും നമുക്ക് അവരെ രക്ഷിക്കുവാനും കഴിയും എന്നതാണ് യാഥാർത്ഥ്യം.